പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്. ശബരിമല പെരുങ്കൊള്ള, ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം, പിണറായി വിജയൻ്റെ വർഗീയമായിട്ടുള്ള നിലപാടുകൾ, പിണറായി വിജയൻ്റെ ധൂർത്ത്, അഴിമതി, CPM-ൻ്റെ ജീർണത, ഇതൊക്കെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടിയാകാൻ പോകുന്നത് എന്നാണ് പൊതുവെയുള്ള ധാരണ. ആ ധാരണ ശരിയാണ് താൻ. സുഹൃത്തുക്കളെ, എന്നാൽ ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അതായത് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ പിണറായി വിജയന് തിരിച്ചടിയാകാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങൾക്കൊപ്പമോ അതിനേക്കാൾ കൂടുതലോ ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടിയാവാൻ പോകുന്ന ഒരു നിർണായക വിഷയം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ആ വിഷയം വളരെ ആകസ്മികമായിട്ടാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ശ്രീമാൻ ചാണ്ടി ഉമ്മനാണ്. ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ. സുഹൃത്തുക്കളെ, ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഈ കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമായിട്ടുള്ള പത്തനാപുരത്ത് വെച്ച്, KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലം ഞാൻ പറയാൻ കാര്യം വെച്ചാൽ 4 or 5 തവണ KB ഗണേഷ് കുമാർ വലതും ഇടതുമൊക്കെയായി നിന്ന് അവിടെ ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിലും സോണിയാഗാന്ധിയെ കൊണ്ട് നിർത്തിയാൽ പോലും താനെ വിജയിക്കൂ എന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞ ഒരു മണ്ഡലമാണ് പത്തനാപുരം. ആ പത്തനാപുരത്ത് വെച്ച് ശ്രീമാൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞ ഒരു കാര്യം എൻ്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ അതിൻ്റെ തുടക്കത്തിൽ ശ്രമിക്കുന്നത്. അത് മലയാള മനോരമ പത്രത്തിൽ വന്നതാണ് ആ വാർത്ത. അപ്പോൾ ചാണ്ടി ഉമ്മൻ അവിടെ നടന്ന ഒരു യോഗത്തിൽ പറഞ്ഞതായി വന്ന വാർത്ത എന്ന് പറയുന്നത്, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹകാരിയായിരുന്നു ശ്രീമാൻ R ബാലകൃഷ്ണപിള്ള. ആ കുടുംബവുമായിട്ട് തന്നെ ഞങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞങ്ങൾ ആൻറ്റി എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ എൻ്റെ പിതാവിനെ പീഡിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിനെതിരായി വന്ന ആ ഒരു 14 പേജുള്ള കത്തിൽ ഒരു 6-7 പേജ് കൂടുതൽ എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. അതിൻ്റെ പുറകിൽ CPM ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം ശ്രീമാൻ ചാണ്ടി ഉമ്മൻ പത്തനാപുരത്ത് വെച്ച് നടത്തതായിട്ട് മലയാള മനോരമ പത്രത്തിൽ വരികയുണ്ടായി. സുഹൃത്തുക്കളെ, ഇത് വളരെ ഈ പറഞ്ഞ പോലെ വളരെ നിർദോഷകരം എന്ന് തോന്നാവുന്ന ഒരു പ്രതികരണമാണത്. ആ പ്രതികരണത്തിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാടും ഒന്നും ചാണ്ടി ഉമ്മൻ എടുത്തിട്ടില്ല. പക്ഷേ ചാണ്ടി ഉമ്മൻ ആ വിഷയം പൊതുമണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഇട്ടത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമുണ്ടാക്കാൻ പോവുകയാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിലൂടെ എന്താ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്? ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തിലൂടെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്താ? അത് തൻ്റെ പിതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ CPM-ഉം ഗണേഷ് കുമാറും കൂടി ചേർന്ന് കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു എന്ന ജനങ്ങൾ ഒരുപക്ഷെ മറന്നുപോകുമായിരുന്ന ഒരു വിഷയം തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഈ പ്രസ്താവനയിലൂടെ ചെയ്തത് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഇത് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബാലകൃഷ്ണപിള്ളയുമായിട്ട് തൻ്റെ പിതാവിനുണ്ടായിരുന്ന ബന്ധം, ബാലകൃഷ്ണപിള്ളയുടെ കുടുംബവുമായി തങ്ങൾക്കുണ്ടായിരുന്ന ആത്മബന്ധം, അതിനുശേഷം അദ്ദേഹം സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കത്തിനെ കുറിച്ച് പറയുന്നു. അതിൻ്റെ പുറകിൽ CPM ആണ് എന്ന് പറയുന്നത്. 3 കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആ 2-3 കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്ത് ഡീകോഡ് ചെയ്ത് നമ്മളൊന്ന് നോക്കിയേ. ഡീകോഡ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ 2016 അല്ലെങ്കിൽ 2014 നമ്മൾ പോകേണ്ടി വരും. 2014 സോളാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വിഷയം പൊട്ടിപ്പുറപ്പെടുന്നത്. അത് പിന്നീട് 2016 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ അതിദയനീയമായിട്ടുള്ള പരാജയത്തിലേക്ക് ആ വിഷയം കൊണ്ടുചെന്ന് എത്തപ്പെട്ടു എന്ന് നമ്മൾ ഓർക്കുന്നില്ലേ? അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സോളാർ പരാതിക്കാരി വന്നു,
അവരെ ഉപയോഗിച്ച് CPM നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള പ്രചരണം, അവസാനം ഉമ്മൻചാണ്ടി അവരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയത്, അവസാനം മോഡി സർക്കാരിൻ്റെ കീഴിലുള്ള CBI അന്വേഷിച്ചിട്ട് ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കിയത്, ആ വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്കുണ്ടായിട്ടുള്ള മനോവ്യഥ, ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ ആ സോളാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വഹിച്ചിട്ടുള്ള പങ്ക്, അതൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. സുഹൃത്തുക്കളെ, ആ വിഷയം പൊതുമണ്ഡലത്തിൻ്റെ മുന്നിലേക്ക്, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ 2 വിഷയങ്ങളുണ്ട് യഥാർത്ഥത്തിൽ. ഒന്ന്, സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ CPM നടത്തിയ നീചവും നികൃഷ്ടവും ഹീനവുമായിട്ടുള്ള പ്രചരണം. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. VS പോലും നിയമസഭയിൽ ഗൺമോൻ എന്ന് പറഞ്ഞത്, ആ വിഷയം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഉമ്മൻചാണ്ടിക്കുണ്ടായിട്ടുള്ള മനോവ്യഥ, ഉമ്മൻചാണ്ടി കേൾക്കേണ്ടി വന്ന ഉമ്മൻചാണ്ടി കേൾക്കേണ്ടി വന്ന അപകീർത്തികൾ, പരിഹാസങ്ങൾ, ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ സോളാർ പരാതിക്കാരി വന്ന് സംസാരിക്കുന്നതിൻ്റെ വീഡിയോകൾ, അതിൻ്റെ പോസ്റ്ററുകൾ, അതൊക്കെ സാമൂഹ്യ മാധ്യമത്തിലൂടെ കിടന്ന് പറന്നത്, അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ ഏറ്റവും കൂടുതൽ മോശക്കാരനാക്കി തോൽപ്പിച്ച് 40 സീറ്റ് കൊടുത്ത് മൂലക്കിരുത്തിയ CPMൻ്റെ നികൃഷ്ടമായിട്ടുള്ള സ്വഭാവം, അത് ഒരു വശത്ത്. മറുവശത്ത് ആ വിഷയത്തിൽ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ അപമാനിതനാവാൻ, ഏറ്റവും കൂടുതൽ പരിഹാസ്യ കഥാപാത്രമാകാൻ, ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെടാൻ കാരണമായിട്ടുള്ള സോളാർ പരാതിക്കാരി തയ്യാറാക്കിയതായി നമ്മളെ മനസ്സിലാക്കിയ കൃത്രിമമായിട്ടുള്ള ഒരു കത്തുണ്ട്, ഒരു കത്ത്. ആ കത്താണ് ഈ സോളാർ വിഷയത്തിലെ ഏറ്റവും ഈ പറഞ്ഞ പോലെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഘടകം. ആ കത്തിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു പോയിരുന്നെങ്കിൽ, ആ കത്ത് വന്നതിലൂടെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ വിഷയത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി വരുന്നത്. സോളാർ പരാതിക്കാരി ഒരു കത്തെഴുതി, സോളാർ പരാതിക്കാരിയുടെ ഒരു കത്ത് വന്നു. ആദ്യം അത് 14 പേജോ മറ്റോ ആയിരുന്നു, പിന്നീട് 6-7 പേജ് കൂട്ടിച്ചേർത്തു. ആ കത്തിൽ ആണ് കാരുണ്യവാനായിട്ടുള്ള ഉമ്മൻചാണ്ടി സോളാർ പരാതിക്കാരിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ഭാഗം എഴുതി ചേർക്കപ്പെട്ടത്. ഏതാണ്ട് രതി വൈകൃതം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വളരെ ഈ പറഞ്ഞ പോലെ പ്രകൃതി വിരുദ്ധമായി ഉമ്മൻചാണ്ടി സോളാർ പരാതിക്കാരിയെ ക്ലിഫ് ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള കാര്യം ആ കത്തിലാണ് വന്നത്. ആ കത്ത് പിന്നെ സോളാർ പരാതിക്കാരി അന്ന് അന്വേഷിച്ച് ശിവരാജൻ കമ്മീഷൻ സമർപ്പിക്കുകയാണ്. ശിവരാജൻ കമ്മീഷൻ ഒരു വിധത്തിലുള്ള കൊറോബറേറ്റീവ് ആയിട്ടുള്ള എവിഡൻസും ഇല്ലാതെ, തെളിവുമില്ലാതെ ആ കത്ത് ശിവരാജൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അതിലൂടെ എത്ര ഭീകരമായിട്ടാണ് ഉമ്മൻചാണ്ടി അപകീർത്തിപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 10-75 വയസ്സുള്ളപ്പോൾ ക്ലിഫ് ഹൗസിൽ വെച്ച് സോളാർ പരാതിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കത്താണ് ആ സോളാർ അന്വേഷണ റിപ്പോർട്ടിൽ ശിവരാജൻ കമ്മീഷൻ കൂട്ടിച്ചേർത്തത്. അവസാനം ഉമ്മൻചാണ്ടിക്ക് ശരിക്കും ഹൈക്കോടതിയിൽ പോയിട്ട് ആ ഭാഗം റദ്ദാക്കണമെന്ന് പറയേണ്ടി വന്നു. ആ ഭാഗം പിന്നീട് ഹൈക്കോടതി റദ്ദാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിണറായി വിജയൻ ചെയ്തത് എന്താ? ഉമ്മൻചാണ്ടിക്കെതിരെ ബലാത്സംഗ കേസെടുത്തു. ഈ പരാതിക്കാരിയെ ഡൽഹിയിലെത്തി CBIക്ക് പരാതി കൊടുപ്പിച്ചു. അവസാനം CBI അന്വേഷിച്ചു, ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കി. അപ്പം ആ വിഷയം ജനങ്ങളുടെ മുന്നിലേക്ക് ചാണ്ടി ഉമ്മൻ എറിഞ്ഞു കൊടുത്തു. 1. 2, ആ വിഷയം ചാണ്ടി ഉമ്മൻ ഉന്നയിച്ചത് ഗണേഷ് കുമാറിൻ്റെ മണ്ഡലമായിട്ടുള്ള പത്തനാപുരത്താണ്. ഗണേഷ് കുമാറിൻ്റെ ഇതിനകത്തുള്ള റോൾ എന്താ? അതിനകത്തുള്ള റോളെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയോടുള്ള പക തീർക്കാൻ വേണ്ടി സോളാർ പരാതിക്കാരി എഴുതിയുണ്ടാക്കിയെന്ന് പറഞ്ഞ ഈ കൃത്രിമമായിട്ടുള്ള കത്തിൻ്റെ പുറകിൽ ഗണേഷ് കുമാർ ആയിരുന്നു എന്നുള്ളതാണ് പൊതുമണ്ഡലം വിശ്വസിക്കുന്നത്. ഗണേഷ് കുമാർ ഈ കൃത്രിമമായിട്ടുള്ള കത്ത് തയ്യാറാക്കി തൻ്റെ ഒരു PA വേഷപ്രച്ഛന്നനാക്കി സോളാർ പരാതിക്കാരിയെ ജയിലിൽ പോയി കണ്ട് ഈ കത്ത് അവരുടെ കയ്യിൽ കൊടുക്കുകയും അങ്ങനെയാണ് അവർ ആ കത്ത് സോളാർ കമ്മീഷൻ കൊടുക്കുകയും ചെയ്തത് എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആ കാരുണ്യവാനായിട്ടുള്ള മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത, അയാൾക്കെതിരെ നീചവും നികൃഷ്ടവുമായിട്ടുള്ള ആ പ്രചരണങ്ങൾക്ക് പിന്നാമ്പുറത്ത് നിന്ന് കളിച്ച ആ കറുത്ത കരം, അത് ഗണേഷ് കുമാർ ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് സോളാർ പരാതിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കൃത്രിമമായിട്ടുള്ള കത്ത് സോളാർ പരാതിക്കാരിയുടെ കയ്യിൽ എത്തിച്ചത് KB ഗണേഷ് കുമാറാണെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ആ പശ്ചാത്തലത്തിലും
ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പത്തനാപുരത്ത് നടത്തിയ ഈ പ്രസ്താവനയ്ക്ക് വളരെയധികം പ്രാധാന്യമില്ലേ സുഹൃത്തുക്കളെ? ആ വിഷയം ജനങ്ങളെ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ഓർമ്മിപ്പിക്കുകയല്ലേ ചാണ്ടി ഉമ്മൻ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ഈ ഭാഗം ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കണ്ടേ. 2 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി മരിക്കുമ്പം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള തിരയിളക്കം, അദ്ദേഹത്തിൻ്റെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് ഘോഷയാത്ര, ശവമഞ്ചവും വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്ര, ഘോഷയാത്രയിൽ ആ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തെത്താൻ 2 ദിവസം എടുത്ത് ഓർമ്മയില്ലേ നമുക്ക്? ലക്ഷക്കണക്കിന് ആളുകളല്ലേ ആ വിലാപയാത്രയെ അന്ന് അനുഗമിച്ചത്. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇല്ലായിരുന്നു, CPM ഉൾപ്പെടെ ഇല്ലായിരുന്നു. ആ വിലാപയാത്രയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പിന്നെ അതിനോടൊപ്പം പങ്കുചേരാൻ 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, തൻ്റെ അരനൂറ്റാണ്ട് കാലത്തെ പൊതുജീവിതത്തിൽ വെച്ച് ലക്ഷക്കണക്കിന് ആളുകളെ ഉമ്മൻചാണ്ടി സഹായിച്ചു. അവരെല്ലാം തിരിച്ച് അന്തിമോപചാരം അർപ്പിക്കാൻ ഉമ്മൻചാണ്ടിയെ കാണാൻ വന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്ത് ഉമ്മൻചാണ്ടിയെ കൊന്നതിന്, ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്തതിന് ഉള്ള ഒരു പ്രതികാരം, ജനങ്ങളുടെ ഒരു പ്രതികാരം, കാരുണ്യവാനായിട്ടുള്ള മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്തതിനോടുള്ള ഒരു പ്രതികാരമായിട്ടാണ് ജനങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉമ്മൻചാണ്ടി എന്ന് മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പിന്നെ അന്ത്യയാത്രയിൽ അവരോടൊപ്പം ചേർന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, ആ വിഷയവും ചാണ്ടി ഉമ്മൻ തൻ്റെ ഹ്രസ്വമായിട്ടുള്ള പ്രസംഗത്തിലൂടെ വോട്ടർമാരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ആ പ്രസ്താവനയ്ക്കുള്ള വലിപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അത് നടത്തിയത് KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിൽ വെച്ചാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാനും കൊല്ലാക്കൊല ചെയ്യാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് കൃത്രിമ കത്ത് തയ്യാറാക്കിയ KB ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിൽ വെച്ച് തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഈ വളരെ നിർണായകമായിട്ടുള്ള പ്രസ്താവന നടത്തിയത് എന്ന് നമ്മൾ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടിപ്പോൾ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാരുണ്യവാനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തുന്ന യൂട്യൂബ് വീഡിയോകളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു സംശയവും വേണ്ട, അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം, ജനവിരുദ്ധ സമീപനം, പിണറായി വിജയൻ്റെ അഴിമതി, ധൂർത്ത്, വർഗീയത, ഇതൊക്കെ പിണറായി വിജയനെ കാത്തിരിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ അതിനൊപ്പമോ അതിനേക്കാൾ കൂടുതലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ മുഖത്ത് അടി കിട്ടാൻ പോകുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ കാരുണ്യവാനായിട്ടുള്ള മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്ത ഒരു കൊലയാളി എന്നുള്ള നിലയിലായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ വരുമ്പോൾ ആ മലവെള്ളപ്പാച്ചിലിൽ മൂടോടെ എടുത്തെറിയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയുണ്ട്. അയാളുടെ പേരാണ് KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാർ പത്തനാപുരം മണ്ഡലത്തിൽ മൂടോടെ പിഴുതെറിയപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം അയാൾ ഉമ്മൻചാണ്ടിയോട് കാണിച്ച ഏറ്റവും വലിയ ഈ ഹീനമായിട്ടുള്ള ശ്രമമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ പത്തനാപുരത്ത് വെച്ച് നടത്തിയിട്ടുള്ള ഈ ചെറു പ്രതികരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും KB ഗണേഷ് കുമാറിനും ഏറ്റവും വലിയ തിരിച്ചടിയായി വരാൻ പോകുന്ന ഒരു വിഷയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല.